ഓം ശ്രീ മഹാകാളീ നമഃ. കോഴിക്കോട് കുന്ദമംഗലം ചൂലാംവയൽ അക്കരപ്പറമ്പ് സാക്ഷാൽ ഭദ്രകാളി ദേവിയുടെ തിരുമുറ്റത്ത് മെയ് 2, 3 തീയതികളിൽ നവചണ്ഡികാ ഹോമം നടക്കുകയാണ്. ഇതിൻ്റെ ആചാര്യനായിട്ട് എത്തുന്നത് സാക്ഷാൽ കൊല്ലൂർ മൂകാംബികാദേവിയുടെ മാനസപുത്രനായിട്ടുള്ള അവിടുത്തെ മുഖ്യ ആചാര്യനായിട്ടുള്ള ഡോക്ടർ മൂർത്തി കാളിദാസ ഭട്ട് അവറുകളാണ്. നമ്മുടെ മുജ്ജന്മ സുഹൃതം, പൂർവജന്മ പുണ്യം അദ്ദേഹത്തെ ഈ നവചണ്ഡികാ ഹോമത്തിൻ്റെ ആചാര്യനായിട്ട് ലഭിച്ചത്. നമ്മുടെ തന്ത്രി ബ്രഹ്മശ്രീ കേശവൻ നമ്പൂതിരി പാലക്കുളം, അതുപോലെ ഡോക്ടർ രൂപേഷ് താമരക്കുളമാണ് ഇവിടുത്തെ മേശാന്തി. അത്യന്തം ഭാഗ്യജനകമായ ഒരു സുമുഹൂർത്തത്തിലേക്കാണ് ഈ അമ്മയുടെ ഭക്തന്മാരെല്ലാവരും എത്തിച്ചേരാൻ പോണത്. കാരണം നവചണ്ഡികാ ഹോമം എന്ന് പറഞ്ഞാൽ അത്ര ശക്തിമത്താണ്. ഭഗവതിയുടെ അവസ്ഥ ആലോചിച്ചാൽ അട്ടഹാസം കൊണ്ട് അഷ്ടദിക്പാലകരെ വരെ കിട്ടിക്കിട്ട് പറപ്പിക്കാൻ കഴിവുള്ള ഭദ്രകാളിയാണ്, ഉഗ്രസ്വരൂപിണിയാണ് അക്കരപ്പറമ്പ് ഭഗവതി. പക്ഷേ ഭക്തൻ അമ്മേന്നൊന്ന് വിളിച്ചാണ്ടല്ലോ, ആ വാത്സല്യത്തിന്റെ സമുദ്രം ഭക്തനെ ചോദിച്ചതും ചോദിക്കാത്തതെന്നില്ല സർവസ്വം വാരിക്കോരി കൊടുക്കും. അമ്മയെ പോലെ കാരുണ്യം ഉണ്ടായിട്ട് ആരുമില്ല. ആ അമ്മയുടെ തിരുമുറ്റത്താണ് ഈ ഗംഭീരമായിട്ടുള്ള നവചണ്ഡികാ ഹോമം നടക്കാൻ പോണത്. സംഹാരസ്വരൂപിണിയായ ഭദ്രകാളി, വിശ്വം മുഴുവൻ ജയിക്കാൻ കഴിവുള്ളവള്, അസുരപ്പടകളെ മുഴുവൻ ഉന്മൂലനം ചെയ്ത് രുധിരപാനം ചെയ്യണവള്, സംഹാരസ്വരൂപിണിയായിട്ടുള്ള ഭദ്രകാളി ദേവിയുടെ പ്രധാനമായിട്ടുള്ള 3 ഭാവങ്ങളെ പറയുകയാണെങ്കിൽ, 2 മഹാലക്ഷ്മി, ചോദിച്ചതും ചോദിക്കാത്തതെന്നില്ല ഭക്തന് ഐശ്വര്യത്തിൻ്റെയും ധനത്തിൻ്റെയും സർവ അഭിഷ്ടങ്ങളും സാധിക്കുന്ന കനകമഴ ചൊരിയുന്ന സാക്ഷാൽ മഹാലക്ഷ്മി, വിദ്യാസ്വരൂപിണിയായ സരസ്വതി. ഈ 3 ഭാവങ്ങൾ പോരാ. നവരാത്രിയിലൊക്കെ നമ്മൾ ഭഗവതി ഉപാസിക്കുമ്പോൾ അറിയാം, കാളരാത്രിയായിട്ടും ചാമുണ്ടയായും മഹാസരസ്വതിയായും മഹാലക്ഷ്മിയായും ബ്രഹ്മചാരിണിയായും ഒക്കെ അമ്മ വരും. 9 ഭാവങ്ങളിലാണ് അമ്മയുടെ എഴുന്നള്ളത്ത്. ഈ ഭാവങ്ങളെ മുഴുവൻ പൂർണ്ണമായി അനുഗ്രഹസ്വരൂപമായിട്ട് കുടികൊള്ളുന്ന ഒരു രംഗം എവിടെയാ ചോദിച്ചാൽ അത് തീർച്ചയായും നവചണ്ഡികാ ഹോമമാണ്. ഈ ഹോമത്തില് ഈ നാട്ടിലെല്ലാവർക്കും പങ്കെടുക്കാം. ഇത് വഴിപാടായിട്ട് സമർപ്പിക്കാം. ഈ ഹോമത്തിന്റെ ഭാഗമായിട്ട്, നവചണ്ഡികാ ഹോമത്തിന്റെ ഭാഗമായിട്ട് നിരവധികളായ പൂജകളും ഹോമങ്ങളും നടക്കും. ഇത് മഹാസുഹൃതാണ്. ഇതിൽ പങ്കെടുക്കാൻ പറ്റിയാച്ചാൽ വിദ്യാർത്ഥികൾക്ക് ധാരാളം വിദ്യ ഉണ്ടാവാനായിട്ട് സരസ്വതി ദേവി ഈ സമയത്ത് നിങ്ങൾ അനുഗ്രഹിക്കും. മഹാലക്ഷ്മി നിങ്ങൾക്ക് ഐശ്വര്യവും സമ്പത്തും സമൃദ്ധിയും വാരിക്കോരിച്ചെരിയും. മഹാകാളിയായിട്ടുള്ള അമ്മ ശത്രു നിഗ്രഹം നടത്തും. രോഗദുരിതാദികളിൽ നിന്ന്, മൃത്യുവിൽ നിന്നൊക്കെ നിങ്ങളെ രക്ഷിക്കാൻ ഈ അമ്മയാണ് ഉണ്ടാവുക. കൂടാതെ ദേവിയുടെ വിവിധ ഭാവങ്ങൾ. അപ്പം ഇതിൽ പങ്കെടുക്കാൻ പറ്റുക എന്ന് വെച്ചാൽ തന്നെ മഹാഭാഗ്യം. ഇത് നമ്മുടെ അമ്മയുടെ തിരുമുറ്റത്തെ ആവുക എന്നുള്ളത് അതിലും വലിയ ഭാഗ്യം. ഇനി അതിനേക്കാൾ വലിയ സുഹൃതം സാക്ഷാൽ കൊല്ലൂർ മൂകാംബികാദേവിയുടെ പരമഭക്തനായിട്ടുള്ള അവിടുത്തെ ആചാര്യനായിട്ടുള്ള മൂർത്തി കാളിദാസ ഭട്ടിനെ ഇതിൻ്റെ മുഖ്യ ആചാര്യനായിട്ട് ലഭിച്ചിരിക്കുന്നു എന്നുള്ളത്. അപ്പോൾ അമ്മയുടെ അനുഗ്രഹത്തിന് പാത്രീഭൂതരാവാൻ എല്ലാവരും ഈ മെയ് 2, 3 തീയതികളിൽ അക്കരപ്പറമ്പ് ഭഗവതിയുടെ തിരുമുറ്റത്തേക്ക് ഓടിയെത്തുക. എല്ലാ തരത്തിലും ഈ മഹാഹോമത്തിൻ്റെ ഭാഗമായിട്ട് മാറുക. അമ്മയുടെ അനുഗ്രഹത്തിന് പാത്രീഭൂതരാവുക. ഈ നവചണ്ഡികാ ഹോമം വഴിപാടായിട്ട് നടത്തി ഈ ജന്മം സുഹൃതമുള്ളതാക്കി തീർക്കുക. അതിനെല്ലാവരെയും കാരുണ്യസ്വരൂപിണിയായ അഭിഷ്ടവരദായിനിയായ അമ്മയുടെ തിരുമുറ്റത്തേക്ക് സ്നേഹാദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് അമ്മയുടെ പാദങ്ങളിൽ അനന്തനന്ദനന്ദ കോടി പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് സമർപ്പിക്കണം. എല്ലാവർക്കും വിനീത നമസ്കാരം.